ഇന്ത്യൻ ജനാധിപത്യം എത്തപ്പെട്ട ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് അല്പം വൈകിയെങ്കിലും തുറന്നു കാട്ടുവാൻ രാഹുൽ ഗാന്ധി തയ്യാറായി എന്നത് നല്ലത് തന്നെയാണ്. BJP ജയിക്കുന്നത് വോട്ടിംഗ് അട്ടിമറിയിലൂടെയാണ് എന്ന് പലതവണ ആം ആദ്മി പാർട്ടി വിളിച്ചു പറഞ്ഞിരുന്നു. അന്ന് ആം ആദ്മി പാർട്ടി തോൽക്കട്ടെ എന്ന് കരുതിയവർ ഇന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞത് സമ്മതിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അല്പം വൈകിയാണ് എങ്കിലും ബോധോദയം ഉണ്ടായതിൽ സന്തോഷവും ആശ്വാസവുമുണ്ട്. ഇന്നേക്ക് 9 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ നിയമസഭയിലും നിരവധി പത്രസമ്മേളനങ്ങളിലും ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച അതേ വിഷയങ്ങൾ എല്ലാവിധ തെളിവുകളോടെയും വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കപ്പെട്ട വ്യക്തികളെ പ്രദർശിപ്പിച്ചും കൃത്രിമ അഡ്രസ്സുകൾ തുറന്നു കാട്ടിയും ഒരു പാർട്ടിയും അതിന്റെ നേതാക്കളും രംഗത്ത് വന്നിരുന്നു. EVM-ലെ അട്ടിമറിയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തിരുന്ന അക്കാലത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി വോട്ടർ ലിസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തിരിമറികളെ കുറിച്ച് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും മുൻപോട്ട് വന്നപ്പോൾ എന്നാൽ അതേറ്റുപിടിക്കുവാൻ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ അന്ന് തയ്യാറായില്ല. അന്ന് ആം ആദ്മി പാർട്ടിയെ BJP-യുടെ B ടീമാക്കുവാനും കെജ്രിവാളിനെ മോഡി തുല്യമാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു മമതാ ബാനർജിയും അഖിലേഷ് യാദവും ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ അധികവും. പരാജയ ഭീതി കാരണവും ഭരണപരാജയം മറച്ചുവെക്കുവാനുമായി കെജ്രിവാൾ അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നുവരെ കോൺഗ്രസിലെ ചില നേതാക്കൾ അന്ന് പറഞ്ഞുവിട്ടിരുന്നു. അങ്ങനെ ആ ഒറ്റയാൾ പോരാട്ടത്തിൽ കെജ്രിവാളിന് പരാജിതനാകേണ്ടി വന്നു. അന്ന് കെജ്രിവാളും മറ്റ് നേതാക്കളും ഈ വിഷയത്തിൽ നടത്തിയ പ്രസ്താവനകളിൽ ചിലത് നമുക്കൊന്ന് കാണാം. इन लोगों ने लार्ज स्केल के ऊपर वोट काटने का षड्यंत्र शुरू कर दिया है दिल्ली के अंदर. 2 दिन रुक जाओ, मेरे पास सबूत आ गए, मेरे पास गवाह आ गए. तुम्हारी पोल खोलूंगा, पूरे देश के सामने पोल खोलूंगा. अभी तक तो सुना करते थे हरियाणा कैसे जीत गए, महाराष्ट्र कैसे जीत गए, ऐसे हुआ होगा वैसे हुआ होगा, लेकिन आज हम सबूत के साथ आपको दिखा रहे हैं कि दिल्ली के चुनाव में भारतीय जनता पार्टी क्या कर रही है. आज मैं आपको एक ही विधानसभा का डेटा दिखाऊंगा और आने वाले दिनों में हम एक एक करके और भी विधानसभाओं का डेटा आपके सामने प्रस्तुत करेंगे. शादरा विधानसभा में पिछले 1 महीने में भारतीय जनता पार्टी ने 11,018 वोट कटवाने की एप्लीकेशन दी है. ये वो एप्लीकेशंस हैं. हर पेज के ऊपर भारतीय जनता पार्टी के पदाधिकारी के दस्तखत हैं. ये BJP ने अपने लेटर हेड के ऊपर वोट कटवाने के लिए एप्लीकेशन दी है. ये 11,000 लोगों के वोट कटवाने की एप्लीकेशंस पिछले 1-1.5 महीने में ऑलरेडी दे चुके हैं और वो सिलसिला जारी है. हर दूसरे तीसरे दिन आते हैं 1,500 लोगों के वोट कटवाने की एप्लीकेशन दे जाते हैं. अभी चुनाव तक पता नहीं शादरा में कितनी और वोट कटवाएंगे. इनमें एप्लीकेशंस में ये कहा गया है कि ये 11,018 लोग या तो शिफ्ट हो गए हैं या मर गए हैं. तो हमने इसमें से रैंडमली 500 लोग छांटे. उनमें 500 में से 372 लोग ऐसे मिले जो कि वहीं रह रहे हैं. ये उन 372 लोगों की लिस्ट है जिनको हमने लोकेट किया, जिनके नाम BJP की लिस्ट में है कि इनके नाम काट दिए जाएं, क्योंकि ये उनका कहना है वो शिफ्ट कर गए हैं. वो शिफ्ट नहीं किए हैं, वो वहीं रह रहे हैं. का मतलब 500 में से 372, 75% लिस्ट जो है इसका मतलब इनकी गड़बड़ है. इसका मतलब 75% से ज्यादा लोग सही है, वहीं रह रहे हैं, जिनको गलत कटवाने के लिए उन्होंने डाला है. जब इन लोगों से हमने पूछा, ये अधिकतर आम आदमी पार्टी के वोटर मिले हमें. നമ്മുടെ നാട്ടിലെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ അധികവും 2 ശ്രേണിയിൽപ്പെട്ടവരാണ്. ഒന്ന് ഗോഡി മീഡിയ വക്താക്കൾ, മറ്റൊന്ന് കോൺഗ്രസിന്റെ ഫാൻസ്. രാഹുൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആദ്യ ഗണത്തിൽപ്പെട്ടവർ പാടെ അവഗണിച്ചപ്പോൾ രണ്ടാം വിഭാഗത്തിൽപ്പെട്ടവർ രാഹുലിന്റെ ധൈര്യത്തെയും അദ്ദേഹം നൽകിയ പ്രതീക്ഷകളെയും വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കെജ്രിവാളും കൂട്ടരും മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞപ്പോൾ ഈ ഫാൻസുകാർ അതൊന്നും റിപ്പോർട്ട് ചെയ്യുവാനോ ചർച്ച ചെയ്യുവാനോ തയ്യാറായിരുന്നില്ല എന്നതാണ് സങ്കടപ്പെടുത്തുന്ന ഏറ്റവും വലിയ വസ്തുത. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. ഈ രാജ്യം അങ്ങയോടൊപ്പം ഉണ്ടാകും.